ജിൽസി, മറ്റൊരു കാര്യം, ഈ CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുമ്പോൾ EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മഴയിലേക്ക് ഞാൻ വരാം. എന്നാലും ഈ CPM സെക്രട്ടേറിയറ്റിൽ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക EP-യുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ കൂടി CPM സെക്രട്ടേറിയറ്റ് ഇന്ന് വിലയിരുത്തും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ കുറച്ചുകൂടി ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തണം, ഏതൊക്കെ വിഷയങ്ങൾ അവിടെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരണം. കാരണം ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചില മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ വേണം, ഏതൊക്കെ രീതിയിൽ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റണം, ഇതൊക്കെ CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നല്ല രീതിയിലുള്ള ഫൈറ്റ് അവിടെ നടന്നു എന്നുള്ള വിലയിരുത്തൽ CPM-നുണ്ട്. കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ട് നല്ലൊരു ഫൈറ്റ് അവിടെ നടന്നു എന്നുള്ള വിലയിരുത്തൽ CPM-നുണ്ട്. പക്ഷേ ജയിക്കും എന്നുള്ള കാര്യമാണ് തൃശ്ശൂർ CPM നേതൃത്വം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ചേലക്കരയിൽ വിജയം ഉറപ്പാണ്. അപ്പോൾ പോളിംഗ് കുറഞ്ഞതടക്കമുള്ള കാര്യങ്ങളും ഇന്ന് CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും.